ഞാൻ മുല്ലത്തറം ഡാലി മുക്കാഞ്ചരം അഥവാ സോമൻ ഭോപ്പാൽപുര. സാധാരണ ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശേഷിച്ച് ഭാര്യ ഹൗസ് വൈഫാണെന്ന് പറയുന്ന ഭർത്താക്കന്മാർ അവരാണ് സാധാരണ ഇങ്ങനെ ഭാര്യയോട് ചോദിക്കാറുള്ളത്. നീ പകൽ മുഴുവൻ എന്തോ എടുക്കുമായിരുന്നടി, നിനക്ക് പകൽ എന്തുമായിരുന്നു ജോലി? ഭാര്യയോട് ഭർത്താക്കന്മാർ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണിത്. പ്രത്യേകിച്ച് ഭാര്യമാർ ഹൗസ് വൈഫാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വിളമ്പുന്ന ഭർത്താക്കന്മാർ. ഒരു കാലത്ത് ഏതോ വീട്ടിൽ ഒരു ചിത്രശലഭം പോലെ പറന്ന് നടന്നിരുന്ന, പല സ്വപ്നങ്ങളും കണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. ഭാര്യയായി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഉത്തരവാദിത്തങ്ങൾ മിക്കവാറും എല്ലാം ഏറ്റെടുക്കും. സഹോദരങ്ങളുടെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിടാനും, ഇത് ഒരു പക്ഷെങ്കിൽ ഏറ്റവും ഇളയതാണ് ഈ പയ്യനെങ്കിൽ, ഇവളുടെ ഭർത്താവെങ്കിൽ, ആ അപ്പനെ അമ്മയും നോക്കാനുള്ള കടമയും കടപ്പാടും എല്ലാം ഇവളിലാണ് നിക്ഷിപ്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വത്തോടുകൂടി അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു. ഒന്ന് രണ്ടും കുട്ടികളും ആയിക്കഴിഞ്ഞാൽ അവർ സ്കൂളിലും കൂടെ പോകുന്നുവെങ്കിൽ അവരുടെ നില പരുങ്ങലിലാണ്. അവളുടെ സ്വപ്നങ്ങളെല്ലാം അവൾ കുഴിച്ചു മൂടുകയാണ് ഈ കുടുംബത്തിന് വേണ്ടി എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഭർത്താവിനൊരു വാക്കുണ്ടല്ലോ, ഹൗസ് വൈഫ്. ആ ഹൗസ് വൈഫ് എന്ന വാക്കിൽ അവളുടെ സ്വപ്നങ്ങളാണ് കൂടുതലും അടച്ച് മൂടി വെക്കപ്പെടുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് പതറി കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നോക്കുമ്പം പെണ്ണുമ്പളെ കാണത്തില്ലെങ്കിൽ ഒരു വിളിച്ചു പറച്ചിലുണ്ട്, എടീ. അവൾക്കൊരു നല്ല പേരുണ്ടായിരുന്നു, അവളുടെ അപ്പനും അമ്മയുടെ പേര്, ഒരു ഓമന പേര്, വെളിപ്പേരും ഉണ്ടായിരുന്നു. അതെല്ലാം ഈ വീട്ടിൽ വന്ന ശേഷം ഭർത്താവിൻ്റെ മുൻപിൽ ഒറ്റ പേര് ചുരുങ്ങി. എടീ വേണമെങ്കിൽ കൂട്ടത്തിൽ അവളുടെ പേര് കൂടെ ഒന്ന് ചേർത്തിരിക്കും. കാരണം ഞാൻ ജനിച്ച് കൊച്ചുനാളിൽ ഞാൻ കേട്ട് വളർന്നത്, എൻ്റെ ഉപ്പാപ്പൻ ജോണിപ്പാപ്പൻ അമ്മാമ്മയെ വിളിക്കുന്നത് കേട്ടാണ് ഞാൻ വളർന്നത്. എടി ചിന്നമ്മോ, എപ്പോഴും കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം എടി ചിന്നമ്മോ കേട്ടാണ് എൻ്റെ ചെറുപ്പകാലം ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. ഞാൻ വളർന്നു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു, തമ്പിച്ചാൻ്റെ കൂടെ. എന്നെ ഇന്ന് ഞാനാക്കി തീർത്തത് തമ്പിച്ചാനാണെന്ന് ഞാൻ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തമ്പിച്ചാനൊരു വിളിയുണ്ട്, എല്ലാത്തിനും ഉണ്ട്. എടി ആലീസേ, കാണുന്നതിനും കേൾക്കുന്നതിനും ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ സ്ഥിരം ഒരു 10-50 പ്രാവശ്യം ഈ പേര് വിളിക്കുന്നത് ഞങ്ങൾ കേൾക്കാം. എടി ആലീസേ, എല്ലാത്തിനും അങ്ങ് വിളിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന ഈ പെൺകുട്ടി അവളുടെ പേര് നഷ്ടപ്പെട്ടിട്ട് ആ എടി എന്ന പേരിൽ ഒതുങ്ങിത്തീരുകയാണ്. രാവിലെ കടുങ്കാപ്പിക്ക് വേണ്ടി അവൻ ഒരലർച്ചയുണ്ട്, എടീ കടുങ്കാപ്പി കൊണ്ടുപാടി. അവൾക്ക് കുട്ടികളെ സ്കൂളിൽ വിടണം, അപ്പനും അമ്മയും, അതായത് ഭർത്താവിൻ്റെ അമ്മയും വീട്ടിലുണ്ട്, അവരെ നോക്കണം. ഭാരിച്ച ഒരു ഉത്തരവാദിത്വം അവൾക്കുണ്ട്. പക്ഷേ അവൾ പരാതികൾ പറയാറില്ല. സാധാരണ പെൺകുട്ടികൾ പരാതികൾ പറയാറില്ല. അവളുടെ ഉത്തരവാദിത്വമാണ് എന്ന തോന്നലോടുകൂടി അവളെല്ലാം ചെയ്തു തീർക്കുന്നു എന്നതാണ് നഗ്നമായ സത്യം. അവന് കടുങ്കാപ്പിയും കൊണ്ട് കൊടുക്കും, കൂട്ടത്തിലൊരു പത്രവും കൊടുക്കും. അപ്പോഴായിരിക്കും രാവിലെ പത്രം വരുന്നത്. ഇവൻ അതും വായിച്ചുകൊണ്ട് ഇവൻ എവിടെയെങ്കിലും മൂലയ്ക്ക് മാറിയിരിക്കും. എന്നാൽ അടുക്കളയിൽ പോവുകയോ ഈ ഭാര്യയെ, ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഈ പെണ്ണുമ്പളെ ഒന്ന് സഹായിക്കുമെന്നും ഇല്ല. അവനും സമയത്തിന് ജോലിക്ക് പോകണം. ഒരു പക്ഷേ ഓഫീസ് ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ കർഷകനായിരിക്കാം, എന്താണെങ്കിലും അവനും ജോലിക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇവൾ ഒറ്റയ്ക്ക് ഓടി നടന്ന് എല്ലാം എങ്ങനെയാണ് ചെയ്തു തീർക്കുന്നത്, ഭാര്യമാരെങ്ങനെയാണ് വീട്ടിലെ ജോലി ചെയ്തു തീർക്കുന്നതെന്ന് അവരെ കൊണ്ട് പോലും പറഞ്ഞറിയിക്കാൻ സാധിക്കും. ഒരു അത്ഭുതമാണ്. ഒരു യന്ത്രം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. തക്ക സമയത്തിന് ഇവന് കടുങ്കാപ്പിയും കൊടുക്കും, പത്രം എടുത്തു കൊടുക്കും, അവനൊരു മൂലയ്ക്കാവും. അപ്പുറത്ത് കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് പോകാനുള്ളതെല്ലാം തയ്യാറാക്കണം. ഒരു മോളുണ്ടെങ്കിൽ ആ മോളെ കുളിപ്പിക്കണം, അവളെ ഒരുക്കണം, അവിടെ ഹോംവർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞത് ശരിയാണോ എന്ന് നോക്കണം. എല്ലാം കഴിഞ്ഞ് അവൾക്ക് സ്കൂൾ ബസ് വരുമ്പോൾ ഓടി ആ ടിഫിൻ ഉൾപ്പെടെ ബാഗ് എടുത്തുകൊണ്ട് ഒരു ഓട്ടം ഉണ്ട്. മക്കളെ 2 പേരെയും, പെണ്ണിനാണെങ്കിലും കൊണ്ട് സ്കൂൾ ബസ്സിൽ കയറ്റി വിടണം. ഈ സമയത്ത് ഈ ഭർത്താവെന്ന് പറയുന്ന സാധനം ഒരുങ്ങി തയ്യാറായിട്ട് വന്നിരിക്കും. അവനും ടിഫിനും കൊണ്ട് വരണം. ടിഫിനും കൊണ്ടുവരുന്നത് അവനും കൊണ്ട് കൊടുക്കും. ടിഫിനും അവൻ്റെ ബാഗും തയ്യാറാക്കിയതും എല്ലാം കൊണ്ട് അവൻ്റെ കൊടുക്കും. അവനും ഒരു വാക്കുപോലുമുണ്ട്, ആ പോട്ടടി. അപ്പോഴും ഒരു എടി കാണും. ഈ ഭാര്യയ്ക്ക് പേരൊന്നും ഇല്ലല്ലോ.
ഒരു ഓമനപ്പേര് അവൻ വിളിക്കുമോ? എനിക്കറിയില്ല. അവനും പോകും. പോയിട്ട് വന്നിട്ട് ഇവർ കുടുംബത്തിലുള്ള ഭർത്താവും കുഞ്ഞുങ്ങളും പോയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു ധാരണയായി ഈ സാധനം വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. ഇവരുടെ ജോലി തുടങ്ങുന്നത് ആരംഭിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ തുടങ്ങി അവരുടെ വീട്ടിലെ ജോലികൾ ഇരട്ടിയാകുകയാണ്. ആ ഡൈനിങ് ടേബിൾ മുഴുവൻ വൃത്തിയാക്കണം. അപ്പനും അമ്മയ്ക്കും, അമ്മായപ്പനും അമ്മായിമ്മന്ന് ഞാൻ പറയുന്നില്ല, അപ്പനും അമ്മയ്ക്കും, അമ്മച്ചിക്കും അപ്പച്ചനും കൊണ്ട് ആഹാരം കൊടുക്കണം. അവർക്കത് കൊടുത്തേ പറ്റൂ. അവരെ നോക്കണം, അവരുടെ വസ്ത്രങ്ങൾ നോക്കണം, വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ടിടണം. എന്തെല്ലാം ജോലികൾ! കുഞ്ഞുങ്ങൾക്ക് നാളത്തേക്ക് വേണ്ടി ഇവരുടെ സോക്സ് എല്ലാം വലിച്ചെറിഞ്ഞതായിരിക്കും, എല്ലാം കൊണ്ട് ശരിയാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തകർത്ത് തിമിർത്ത ജോലി. ഉച്ചയാകുമ്പോഴത്തേക്ക് അവൾ ഏകദേശം തളർന്നിരിക്കും. പക്ഷെ അവൾ തളരാനാവില്ലല്ലോ. ഒരു നിമിഷം ഒന്ന് കിടക്കാൻ പോലും സമയം കിട്ടില്ല. അപ്പം മറ്റുള്ള കാര്യങ്ങൾ, തുണി അലക്കണം, മുറ്റമടിക്കണം, ഒരു 100 കൂട്ടം ജോലി. ആവശ്യമെങ്കിൽ ഭർത്താവ് ഒരു ലിസ്റ്റും കൊടുത്തിട്ടായിരിക്കും പോയിരിക്കുന്നത്, ഈ കടയിൽ നിന്ന് ഈ സാധനം മേടിച്ചേക്കണമെന്ന്. പശുവോ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കഷ്ടകാലം. ഹൗസ് വൈഫാണ്. അത് കഴിഞ്ഞ് സന്ധ്യ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വരും. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ലാപ്ടോപ്പ് എടുക്കും, ഒരാൾ മൊബൈലും തോണ്ടിക്കൊണ്ട് അവരങ്ങോട്ടാകും. അവരെ നോക്കണം, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവർക്ക് ചെറിയ ഒരു ലഘുഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം ചെയ്തേ ഒക്കൂ. അപ്പോഴത്തേക്ക് അവൾ പൂർണ്ണമായും അവശയായി കഴിഞ്ഞിരിക്കും. പക്ഷേ ആ തളർച്ച അവൾ ഒരിക്കലും കാണിക്കാറില്ല. അപ്പനും അമ്മയ്ക്കെല്ലാം ആഹാരം ഉച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യയ്ക്ക് ഭർത്താവ് വരും. 6 മണിയാകുമ്പം ഒരുപക്ഷെ വീട്ടിലേക്കുള്ള സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊണ്ടായിരിക്കും വരും. അപ്പം ഭർത്താവ് ചോദിക്കുമോ, ഭർത്താവ് നേരിട്ട് പോകുന്നത് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്തോട്ടായിരിക്കുമല്ലോ, ഇവിടെ അടുത്തോട്ടൊന്നും അല്ലല്ലോ വരുന്നത്, കുഞ്ഞുങ്ങളടുത്തോട്ട് നേരിട്ട് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്തോട്ടില്ലും. അമ്മോ വല്ലതും കഴിച്ചോ? ഉടനെ അമ്മ കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചടാ. എന്താ പറ്റി? അമ്മയുടെ ശബ്ദത്തിനൊരു വ്യത്യാസം. നല്ല സുന്ദരൻ അയലക്കറിയല്ലേ ഇന്ന് അവൾ വെച്ചത്, അമ്മ കഴിച്ചില്ലേ? കഴിച്ച്. അയലക്കറി കൂട്ടി തന്നെയാണ് കഴിച്ചത്. പക്ഷേ ആ സിന്ധു കഴിഞ്ഞ മാസം ഒരു അയലക്കറി കൊണ്ടുവന്നില്ലേ? സിന്ധു എന്ന് പറയുന്ന ഇവരുടെ മോൾ, ഇവൻ്റെ പെങ്ങൾ. അവൾ കഴിഞ്ഞ ഓരോ മാസവും വരും, മാസത്തിൽ ഒരു പ്രാവശ്യമാണ് വരുന്നത്. അന്ന് എന്തെങ്കിലും കൊണ്ടുവരും. ഈ അമ്മ അതാ പറയുന്നത്, സിന്ധു കൊണ്ടൊന്ന് അയലക്കറി ഉണ്ടല്ലോ, എടാ എന്തോ പുളിയായിരുന്നു, എന്തോ എരിവായിരുന്നു, എരിവും പുളിയും ഒപ്പത്തിനൊപ്പം പിടിച്ചു നിന്നൊരു അയലക്കറി. എൻ്റെ വായിൽ നിന്ന് ഇതുവരെ അതിൻ്റെ രുചി പോയിട്ടില്ലടാ. 30 ദിവസവും ഇവൻ്റെ ഭാര്യ എന്നും കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തതിനൊന്നും വിലയില്ല. ആ മോള് മാസത്തിൽ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അത് മാത്രം പൊക്കി പറയുന്ന ഒരു അമ്മായിയമ്മ എന്ന് തന്നെ ഞാൻ പറയട്ടെ. ഇതാണ് സ്ഥിതി. അതും കഴിഞ്ഞാലും സന്ധിക്കത്തേക്കുള്ള പണി പിന്നെയും ഇവക്ക് ബാക്കി കിടക്കുന്നു. ഇവൻ്റെ ഭാര്യയ്ക്ക്, ആ വീട്ടിലെ ഹൗസ് വൈഫിന് പിന്നെയും പണിയാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് പാത്രവും എല്ലാം കഴുകി തുണിയും അലക്കിയിട്ടത് എടുത്തു കൊണ്ടുവന്ന് മടക്കി വെച്ചു. നാളത്തേക്കുള്ള കുഞ്ഞുങ്ങളുടെ തുണിയും തേച്ചെല്ലാം കഴിയുമ്പോൾ ഒരു ദിവസം തീരാറായി. സന്ധ്യയായി, ഉഷസ്സുമായി. 1-ാം ദിവസം എന്ന് പറയുന്ന പോലെ തീരാറായില്ല. 1-ാം ദിവസം തീർന്നിട്ടില്ല. അവൾക്ക് പിന്നെയും പണിയാണ്. സന്ധ്യയാകുമ്പോൾ അവളെല്ലാവർക്കും അടുക്കി പെറുക്കി ആഹാരമെല്ലാം കൊണ്ട് കൊടുക്കും. വീണ്ടും ആഹാരം ഉണ്ടാക്കി, പാത്രം കഴുകി, എല്ലാം കളന്നു കഴിയുമ്പോൾ ഈ ഭർത്താവെന്ന് പറയുന്ന സാധനം ഒരു ചോദ്യമുണ്ട്. എന്തോ ആയിരുന്നടി നിനക്ക് പണി പകൽ മുഴുവൻ? നീ പകലിരുന്ന് എന്തോ എടുക്കുക? ഈ ചോദ്യം ചോദിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, ഒരു ദിവസം നിങ്ങൾ വീട്ടിലിരുന്നൊന്ന് നോക്കണം. നിങ്ങളുടെ ഭാര്യമാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ എന്താണ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഞെട്ടിപ്പോവും. ഇതിന് പ്രതിഫലമായി നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വെറുതെ അടുത്ത് വിളിച്ചിട്ട് ഒരു ഉമ്മ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇന്നേ വരെ അവർ നിങ്ങളിൽ നിന്നും മറ്റൊന്നും ഈ ഹൗസ് വൈഫ് പ്രതീക്ഷിക്കുന്നില്ല. ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് വലിയ കഷ്ടപ്പാടാണല്ലേടി, ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ കവളിൽ ഒരു ഉമ്മ നിങ്ങൾ കൊടുത്തെങ്കിൽ അത് മാത്രമേ ഈ പെൺപിള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ പ്രതീക്ഷിക്കുന്നു. ഈ ഹൗസ് വൈഫെന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ ഭാര്യയ്ക്ക് നിങ്ങൾ സ്നേഹത്തിൻ്റെ പ്രതീകമായി എന്ത് നൽകുന്നു? എന്ത് നൽകിയിട്ടുണ്ട്? 2 കുഞ്ഞുങ്ങളില്ലേ എന്ന ആഭാസ ചോദ്യത്തിന് ഉത്തരം പറയാനല്ല ഞാനിത് പറഞ്ഞത്. അവൾക്ക് വേണ്ടതിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? അല്പം സ്നേഹത്തോടെ മര്യാദയോടെ പെരുമാറിയിട്ടുണ്ടോ?
വാടി നമുക്കൊന്ന് പോകാം, ഒന്ന് കറങ്ങിയിട്ട് പോകാം, വരാം എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും വരെ ഇങ്ങോട്ട് പ്രത്യേകിച്ച് പോയിട്ടുണ്ട്. സമയം കിട്ടുന്നില്ല സാറേ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പിന്നെ ഒരു മറുവശം കൂടിയുണ്ട്, എവിടെ പോയാലും ചാടി വരാൻ ഈ അപ്പച്ചനും അമ്മച്ചിയും പുറകെ കൂടും. അത് മറ്റൊരു വശം. വരുന്നെങ്കിൽ വരട്ടെന്നേ. ഇടയ്ക്കൊക്കെ ഒരു ടൂർ, ഒരു പിക്നിക്ക് പോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൗസ് വൈഫിൻ്റെ ഇന്നുള്ള ഈ ജോലിയിൽ അല്പമൊക്കെ ആശ്വാസം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നിട്ട് ഈ ചോദ്യം അങ്ങ് ഒഴിവാക്കുക. എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിനക്ക് പകൽ മുഴുവൻ എന്ത് പരിപാടി, സുഖമായിട്ട് കിടന്ന് ഉറക്കമായിരിക്കുമല്ലേ? വേണ്ട വേണ്ട. നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ചുടുചുംബനം അവിടെ തിരുന്നിട്ട് കൊടുത്താൽ, ഞാൻ മുല്ലത്തറം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽ.